ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയിലിന് പുറത്തേക്ക്. SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ കട്ടിളപ്പാളി കേസിലും പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജയിൽ മോചിതനാകും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അങ്ങനെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ജനുവരി 21-ന് ദ്വാരപാലക ശില്പകേസിൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ഇന്ന് കട്ടിളപ്പാളി കേസിലും പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തത് ജാമ്യം ലഭിക്കാൻ കാരണമായി. കോടതിക്ക് പോറ്റിയോട് വിവേചനം കാണിക്കാനാവില്ലെന്ന് ജാമ്യ ഉത്തരവിൽ പറയുന്നു. മറ്റ് കോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അനുവദിച്ചത്. 10 ഉപാധികളും ജാമ്യ ഉത്തരവിലുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്. ആഴ്ചയിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു ഇടപെടലുകളും നടത്തരുത്. സാക്ഷികളെ സ്വാധീനിക്കാനോ സംസ്ഥാനം വിട്ട് പുറത്തു പോകാനോ പാടില്ല. കൂടാതെ 2 ലക്ഷം രൂപ വീതമുള്ള 2 പേരുടെ ആൾജാമ്യവും നൽകണം. സ്വർണ്ണക്കവർച്ച കേസിൽ പുറത്തിറങ്ങുന്ന 4ാമത്തെ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവർക്കും സമാന സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുകയായിരുന്നു. S. ശ്രീകുമാറിനെ തെളിവുകളുടെ അഭാവത്തിലും ജാമ്യം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ മറ്റു പ്രതികളും ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവർക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കാനാണ് സാധ്യത. പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. അതേസമയം കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടെ നീട്ടി. ശാരീരിക പ്രശ്നങ്ങളുള്ളതിനാൽ ഓൺലൈനിലൂടെയാണ് തന്ത്രി കോടതിയിൽ ഹാജരായത്. ജനം, കൊല്ലം.